ഇതൊക്കെ പറയുന്നത് നിങ്ങളെ വീണ്ടും നിങ്ങളുടെ അജ്ഞതയെ അവർ മുതലെടുക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ കോടതിയുമായി സമീപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും എത്രയാണെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരേ ഒരു മാർഗ്ഗം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന പണത്തെക്കുറിച്ച് കോടതിയിൽ ഒരു കേസ് അല്ലെങ്കിൽ അവിടത്തേക്ക് ഒരു റിട്ട് എത്തിക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ള ഏക മാർഗ്ഗം. കേസ് ഫയൽ ചെയ്ത വക്കീലിനൊന്നും വെച്ചിട്ടൊന്നും ബാധിക്കണ്ട. കേസ് ഫയൽ ചെയ്ത് എന്തിനാ വക്കീലിനെ വായിച്ച് ബാധിക്കുന്നത്? നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി എഴുതി കൊടുക്കുന്നു, അതിൻ്റെ റെസീറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കലക്ടർക്ക് അയച്ചു കൊടുത്തിട്ട് കലക്ടറാണ് ഇതിൻ്റെ പണം വിതരണം ചെയ്യേണ്ടതൊക്കെ ആള്. അറ്റാച്ച് ചെയ്യുന്നതും അല്ലെങ്കിൽ ലയബിലിറ്റി ചെയ്തിട്ട് വിതരണം ചെയ്യുന്നതൊക്കെ കലക്ടർ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനുമാണ്. അപ്പോൾ കലക്ടർക്ക് അതിൻ്റെ കാര്യങ്ങൾ അയച്ചു കൊടുത്താൽ മതി, തൃശ്ശൂർ ജില്ലാ കലക്ടർക്ക് അയച്ചു കൊടുത്താൽ മതി. അല്ല വക്കീലിനെ വെച്ച് ബാധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ലല്ലോ. പരാതി കൊടുക്കുക, നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ഒരു 2 മാസമായിട്ട് കേൾക്കുന്ന കാര്യമാണ്. പരാതികൾ കൊടുക്കണം. അപ്പോൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞ് നോക്കി ബഡ്സ് ആക്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പറയുന്ന അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള മണി സർക്കുലേഷൻ നടത്തുന്ന കമ്പനികളിൽ ഇരകളായ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ബഡ്സ് ആക്ട് പരമായിട്ട് ഈ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡ് എന്ന് പറയുന്നത് ഇരകൾ എന്ന് പറയുന്ന ആ വേർഡാണ്. ഇപ്പോൾ ഹൈറിച്ചിന്റെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ ഇന്ന് വരെ ഈ ഒരു നിമിഷം വരെ ഇരകൾ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടന്നിട്ടില്ല. ഇരകളാവണമെങ്കിൽ ഈ കമ്പനി എന്ത് ചെയ്യണം? ഒരു കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു രൂപത്തിലോ ഒരു തീർപ്പ് കൽപ്പിച്ച് ഇവിടെ ബാൻ എന്ന് പറയുന്ന സിസ്റ്റം വരണം. ഈ കമ്പനിയെ ബാൻ ചെയ്ത് കേരളത്തിൽ ഇത് റൺ ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്ന ഫൈനൽ വേർഡ് വന്നാൽ മാത്രമാണ് നെക്സ്റ്റ് ഡേ നമ്മൾ ഇരകൾ എന്ന് പറയുന്ന ഒരു ലിസ്റ്റിൽ പെടുകയുള്ളൂ. അതുപോലെ തന്നെ ഈ കമ്പനി നമ്മളെ പറ്റിച്ചു പോവുകയോ അല്ലെങ്കിൽ ഈ കമ്പനി പേ ഔട്ട് തരാതിരിക്കുകയോ ഉള്ള ഒരു മുൻകാല റിപ്പോർട്ടോ ഒരു കാര്യങ്ങളോ നമുക്ക് ഇല്ല എന്നതുകൊണ്ട് തന്നെ അവിടെയും ഇരകൾ എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പൊ പരാതി കൊടുക്കണം എന്ന് പറയും അവർ കൂടുതലായിട്ട് ഉന്നയിക്കുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ, കൂടുതൽ പരാതികൾ വന്നു കഴിഞ്ഞാൽ ബഡ്സ് ആക്ട് പരമായിട്ട് ഇതിന്റെ ഒരു കേസിന് വല്ലാണ്ട് സ്ട്രോങ് ആയിട്ട് ഒരു എവിഡൻസ് ആയിട്ട് മറ്റുള്ളവർക്ക് ഉന്നയിക്കാൻ പറ്റും. ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു റീസൺ അവിടെ ഉന്നയിക്കാൻ പറ്റും. ഇപ്പോൾ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ വരെ നിങ്ങൾക്ക് ഈ കമ്പനിക്കെതിരെ ഒരു പരാതി പോലും ആരും ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതിയത് കൊണ്ട് ആ ഒരു വേർഡിനെ വല്ലാണ്ട് ഭയക്കുന്നുണ്ട്. അവിടെ ഫോൺ കോളുകളൊക്കെ വന്നത് ഈ വേർഡ് വെച്ച് നിങ്ങൾക്ക് ആ കമ്പനിയെ പൂട്ടിക്കാൻ പറ്റൂല എന്ന രൂപത്തിൽ ചർച്ചകൾ വന്നപ്പോൾ വളരെയധികം പീക്ക് ലെവലിലേക്ക് വളരെയധികം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പണം ഒരുപാട് എറിഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് വളരെയധികം പാനിക് ആക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് കൂടുതൽ പരാതികൾ കൊടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു വിവേകം എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യം 120 ദിവസത്തിനുള്ളിൽ നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കണം എന്ന രൂപത്തിലൊക്കെ ചർച്ച ചെയ്യണം. അപ്പോൾ അന്വേഷിച്ച സമയത്ത് ആയതിനു ശേഷം നമുക്ക് ഇപ്പൊ ഈ സമയത്ത് നമ്മൾ ഇരകളാണെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം. ഇപ്പൊ കംപ്ലൈന്റ് ആയിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ കമ്പനി പേ ഔട്ട് തരുന്നില്ല എന്ന രൂപത്തിൽ ഒന്നും കൊടുക്കാൻ പറ്റില്ല. എനിക്ക് കമ്പനി നിലവിൽ എനിക്ക് പേ ഔട്ട് തരുന്നില്ല എന്ന രൂപത്തിൽ ഒരു കംപ്ലൈന്റ് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ആ കംപ്ലൈന്റ് കോടതിയിൽ എത്തുമ്പോൾ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് ഒരു ചോദ്യം ചോദിക്കും ഈ കമ്പനിയോട്. കമ്പനിയാണല്ലോ റെസ്പോണ്ടന്റ് ആയിട്ട് വരുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ പേ ഔട്ട് കൊടുക്കുന്നില്ല, ഇത്തരത്തിലൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ കമ്പനി ഓപ്പൺ ആയിട്ട് പറയുന്നത് ഞങ്ങൾ പേ ഔട്ട് കൊടുക്കാൻ തയ്യാറാണ്, ഞങ്ങളുടെ അടുത്ത് അതിനുള്ള പണവുമുണ്ട്, പക്ഷേ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് ആണ് എന്ന രൂപത്തിലുള്ള റിപ്ലൈ കൊടുക്കും. അതിന്മേൽ ചർച്ചകൾ നടക്കുമ്പോൾ എന്തുകൊണ്ട് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്ന രൂപത്തിൽ ചർച്ച എടുക്കും. വീണ്ടും ഈ സൈക്കിൾ എന്ത് ചെയ്യണം? റിട്ടേൺ ആയിട്ട് വരും. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ചർച്ചകൾ വരും. ഈ പറയുന്ന കാര്യത്തിൽ ലാഗിങ് കൂടും. എന്നിരുന്നാലും കമ്പനി കൊടുക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന കേസിന്റെ ബലം അത്ര സുഗമകരമായിരിക്കില്ല. ഇതാണ് ഒരു സത്യാവസ്ഥ. ഇനി ഈ ഗവൺമെന്റ് ഇതിനെ ഫ്രീസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഇതിനെന്ത് ചെയ്യാണ് ഇല്ലാതാക്കാൻ സ്ഥിതിഗതി വരികയാണെങ്കിൽ, ഇത് ബാൻ ചെയ്ത് ഇത് ക്ലോസ് ചെയ്യപ്പെടുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ ഇരകളാവുകയാണ്. അതിനുശേഷം നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ രാജ്യത്തുണ്ട്, ഈ കേരള മണ്ണിലുണ്ട്. ഈ പറയുന്ന ബഡ്സ് ആക്ട് പ്രകാരമായിട്ട് നമുക്ക് കേസ് കൊടുക്കാനുള്ള ഒരു ടൈം പീരീഡ് നമ്മൾ ഗവൺമെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനുശേഷം ഈ അറ്റാച്ച് ചെയ്തിട്ടുള്ള എമൗണ്ടുകളുടെ കാൽക്കുലേഷൻ എല്ലാം എടുത്തതിന് ശേഷം ഈ പറയുന്ന ഇരകളുടെ എണ്ണം എത്രത്തോളം ഉണ്ടോ, ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ടോ അത് നോക്കിയതിന് ശേഷം ഈ പറയുന്ന അറ്റാച്ച് ചെയ്യപ്പെടുന്ന വസ്തു വകകൾ ഈ പറയുന്ന ക്വാണ്ടിറ്റി നോക്കിയിട്ട് അതിനെ വീതം വെച്ച് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് പൊതുവെ കണ്ടുവരുന്ന ഒരു നിയമപ്രക്രിയ എന്ന് പറയുന്നത്. അല്ലാതെ ഇരകളാകുന്നതിന് മുന്നേ ഇരകൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിൽ ഒരു ലോജിക്ക് ഇല്ല. അപ്പോൾ ഇരകളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് മറ്റു ആളുകളുടെ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതാണ് സത്യത്തിൽ നടന്നുകൊണ്ട് ഈ പാനിക് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഒരു തിരക്കഥ അല്ലെങ്കിൽ ഒരു സിനിമ പ്രോജക്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കണ്ടന്റ് ഉണ്ട് എന്തായാലും ഈ സിനിമ സംവിധായകർക്കൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ ചതികൾ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറയും. നമുക്ക് ഈ കമ്പനി തിരിച്ചു വന്നാൽ വളരെ നല്ല രൂപത്തിൽ ഇതിന്റെ പേ ഔട്ട് കിട്ടുമെന്ന് 100% വിശ്വസിക്കുന്ന ആളുകളാണ്. നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്ക് ഇത്തരത്തിലുള്ള കമ്പനികൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരണം. നമ്മുടെ ഭാവി തലമുറക്ക് ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തോട് യോജിച്ചു പോകുമ്പോഴാണ് നമുക്ക്
സാമ്പത്തികമായി പുരോഗതി കൈവരിച്ചാൽ മാത്രമാണ് ഏതൊരു മനുഷ്യനും വളരെ സന്തോഷവും സമാധാനമായിട്ടുള്ള ഒരു ജീവിതം പടുത്തുയർത്താനും അവരുടെ ആഗ്രഹങ്ങളെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറാൻ പറ്റുള്ളൂ. എന്നും ഒരേപോലെ നിൽക്കുന്നതല്ലല്ലോ ജീവിതം, ചില മാറ്റങ്ങളൊക്കെ വരുത്തണം. അപ്പോൾ ഇത്തരത്തില് അറിയാത്ത ആളുകൾ, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാത്ത ആളുകളാണ് ഇതിന് മുക്കാഭാഗം, അല്ലെങ്കിൽ 90% ആളുകൾ നെഗറ്റീവ് പറയുന്നത് ജോയിൻ ചെയ്യാത്ത, ഇതിനെക്കുറിച്ച് പഠിക്കാത്ത ആളുകളാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാകും. കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അടുത്ത ദിവസങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യും. എല്ലാവരും ഈ കാര്യം വളരെ ശ്രദ്ധിക്കുക. തങ്ങളുടെ ടീമിലേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. താങ്ക് യു സോ മച്ച്.